ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഒരുപാട് വിദേശ വിദഗ്ധർ, പഠിതാക്കൾ, വിദ്യാർത്ഥികളൊക്കെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു, പഠിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ വിദേശ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ യുദ്ധത്തിൽ ആരാ ജയിച്ചേ? സത്യത്തിൽ ഈ യുദ്ധത്തിൽ തോറ്റുപോയൊരു രാജ്യം ചൈനയാണ് എന്ന് വിദേശ വിദഗ്ധർ പറയുന്നുണ്ട്. പ്രധാനമായും ഈ വിദേശത്ത് നിന്ന് 2 വിദഗ്ധർ ഇതിനെപ്പറ്റി ഇതിനകം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കേണൽ ജോൺ സ്പെൻസർ. അദ്ദേഹം അർബൻ വാർഫെയർ സ്റ്റഡീസ് മോഡേൺ വാർ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടുത്തെ അധ്യക്ഷനാണ്. ചെയർ അർബൻ വാർഫെയർ സ്റ്റഡീസ് മോഡേൺ വാർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് കേണൽ ജോൺ സ്പെൻസർ. പിന്നെ ടോം കൂപ്പർ, അദ്ദേഹം ഈ സൈനിക ചരിത്രകാരനാണ്. യുദ്ധങ്ങളെ പറ്റിയൊക്കെ പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ചരിത്രകാരൻ. പലതരം ചരിത്രകാരന്മാരുണ്ടാവുമല്ലോ. മധ്യകാല കാലം, ആധുനിക കാലം, കേരള ചരിത്രം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല ചരിത്രകാരന്മാരുണ്ടാവും. ഓരോരുത്തരും ഓരോന്നിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവും. ഇദ്ദേഹം ടോം കൂപ്പർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഈ മിലിറ്ററി ഏവിയേഷൻ അനലിസ്റ്റുമാണ് അദ്ദേഹം. വിമാനങ്ങൾ യുദ്ധങ്ങളിൽ ചെയ്യുന്ന പോരാടുന്നതിനെ സംബന്ധിച്ചിട്ടൊക്കെയുള്ള ചരിത്രം നന്നായിട്ട് അറിയാവുന്ന ആളാണ് അദ്ദേഹവും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കേണൽ ജോൺ സ്പെൻസർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയുടെ മിസൈല്, എയർ ഡിഫൻസ് സിസ്റ്റംസ്, ഇത് ഒക്കെ പാഴാണ് എന്നുള്ളത് ഈ യുദ്ധത്തിൽ തെളിഞ്ഞു. പിന്നെ ബ്രഹ്മോസ് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും സംവിധാനങ്ങളെയൊക്കെ കടന്ന് കയറി, അല്ലേ, പെനട്രേറ്റ് ചെയ്തു. എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഞങ്ങൾ അടിക്കും എന്ന് ഇന്ത്യ തെളിയിച്ചു. അതാണ് ഈ യുദ്ധത്തിൻ്റെ സന്ദേശം. ഇനി ഞങ്ങൾക്ക് മടിയില്ല, ഏത് നിമിഷവും ഞങ്ങൾ അടിച്ചിരിക്കും. ഇതാണ് ഈ യുദ്ധത്തിൻ്റെ സന്ദേശം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ കൊടുത്തിരിക്കുന്ന സന്ദേശം. ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിലെ ഒരു വഴിത്തിരിവാണ് യുദ്ധം. ഈ കഴിഞ്ഞ യുദ്ധം ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിലെ വഴിത്തിരിവാണ് എന്നും ജോൺ സ്പെൻസർ പറയുന്നുണ്ട്. യുദ്ധം വേണ്ട, അതില്ലാതെ തന്നെ ഭീകരതയെ ഉന്മൂലനം ചെയ്യും എന്നും നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാതെ ടെററിസത്തിനെ കൈകാര്യം ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഭീകരതയുടെ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. വളരെ മുമ്പ് ഇദ്ദേഹം പറയാത്തതാണ്, ഈ IS-നെ തകർക്കാൻ വേണ്ടി, ഇസ്ലാമിക് സ്റ്റേറ്റിനെ തകർക്കാൻ വേണ്ടി അമേരിക്ക ഇറങ്ങിയിരുന്നല്ലോ ഗൾഫ് യുദ്ധത്തിനൊക്കെ ശേഷം. ഈ അവസാനം അൽ ബാഗ്ദാദിയെ കൊന്ന് അത് അവസാനിപ്പിക്കുകയും ചെയ്തു. സിറിയയിലൊക്കെ അത് ഒരുപാട് കാലം നിലനിന്നു. പക്ഷെ അത് അത്ര പ്രിസിഷൻ ഒന്നും, കൃത്യതയൊന്നും അന്നത്തെ ആക്രമണങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത് കുറേ കാലം ദീർഘിച്ചു പോയത്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ പഠിച്ചിട്ട് പാകിസ്ഥാനിലെ ഈ കേന്ദ്രങ്ങൾ എത്രയൊക്കെ, എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കിത് കൈകാര്യം ചെയ്ത് എടുക്കാനും കഴിഞ്ഞു. അപ്പോൾ ഇനി ഉള്ള വർഷങ്ങൾ വിദഗ്ധരും കുട്ടികളും ഈ യുദ്ധം പഠിക്കും, അദ്ദേഹം സ്പെൻസർ പറയുന്നുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ ഇത്ര കൃത്യതയോടുകൂടി ഇത് കൈകാര്യം ചെയ്തത്. ഇപ്പോൾ ജനവാസ കേന്ദ്രങ്ങളിൽ നമ്മൾ ആക്രമിച്ചിട്ട് പോലും ഒരു പൗരന് പോലും ഒരു ദോഷവും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇന്ത്യ ഈ കാണിച്ച ആശയവിനിമയം അത് ഉഗ്രനായിരുന്നു എന്ന് സ്പെൻസർ പറയുന്നുണ്ട്. അതായത് ആ യുദ്ധത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ, ദൃശ്യ തെളിവുകൾ, ഇതൊക്കെ നമ്മൾ നമ്മുടെ പത്രസമ്മേളനത്തിൽ തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. നമ്മൾ എങ്ങനെയാണ് ചെയ്തത്. മുമ്പ് നമ്മൾ ഈ സ്ട്രൈക്സ് ഉണ്ടല്ലേ, ബാലക്കോട്ട്, അന്നൊക്കെ അതേ സംബന്ധിച്ച് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം വ്യക്തതയാണുള്ളത് ഇതിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ചെയ്തത്. അപ്പം ഇങ്ങനെ നമ്മൾ ഈ ആശയവിനിമയത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഒരു മാതൃക കാണിച്ചിരിക്കുന്നു. ഇതാണ് സ്പെൻസർ പറയുന്നത്.
വിദേശ രാഷ്ട്രങ്ങൾ ഈ ഇരുപക്ഷത്തും നിൽക്കുന്ന പരിപാടി അവസാനിപ്പിക്കണമെന്ന് സ്പെൻസർക്ക് അഭിപ്രായമുണ്ട്. അതായത് പാകിസ്ഥാന്റെ കൂടെ നിൽക്കുക, ഇന്ത്യയുടെ കൂടെ നിൽക്കുക. അങ്ങനെ ചില രാജ്യങ്ങളുണ്ടല്ലോ, യൂറോപ്യൻ രാജ്യങ്ങൾ. അതിന് അദ്ദേഹം പറയുന്നത് ബോത്ത് സൈഡിസം എന്നാണ്. രണ്ടു വശത്ത് ഈ ബോത്ത് സൈഡിസം ഈ രാഷ്ട്രങ്ങൾ അവസാനിപ്പിക്കുക, ഭീകരതയ്ക്കെതിരായ പോരാട്ടമായതുകൊണ്ട് ഇന്ത്യയുടെ കൂടെ നിൽക്കുക, അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പിന്നെ ആ നദീജല കരാറ് നമ്മൾ റദ്ദാക്കിയല്ലോ, അതൊരു ഗംഭീര യുദ്ധ നീക്കമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ടോം കൂപ്പർ പറയുന്നത്, മിലിറ്ററി ഹിസ്റ്റോറിയൻ, സൈനിക ചരിത്രകാരൻ പറയുന്നത്, പാകിസ്ഥാൻ പാപ്പരാണ്, അവരെ സ്പോൺസർ ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളാണ്. ആ സ്പോൺസർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇല്ലേ. ഗൾഫിൽ ഇപ്പോൾ ഒരു മലയാളി ജോലിക്ക് പോയി ഇല്ലേ, അറബാബ് എന്നൊക്കെ പറയും മുതലാളിയെ, അയാൾ മാറിക്കൊണ്ടിരിക്കും ഇല്ലേ. ഒരു ജോലി കഴിഞ്ഞാൽ വേറൊരാളായി മുതലാളി. അതുപോലെ പല മുതലാളികളുടെ കീഴിൽ ജീവിക്കുന്ന അടിമയാണ് പാകിസ്ഥാൻ. അപ്പോൾ സൗദി ആയിരുന്നു ഒരു കാലത്ത് സഹായിച്ചിരുന്നത്, പിന്നെ ചൈനയായി, ഖത്തർ സഹായിച്ചു, ഇറ്റലി സഹായിച്ചു ഇല്ലേ. ഇപ്പൊ വീണ്ടും ചൈന, തുർക്കി അങ്ങനെ വന്നിരിക്കുന്നു. തുർക്കിയും പക്ഷേ സ്പെൻസർ പറയുകയാണ് പാകിസ്ഥാനെ പോലെ തന്നെയാണ് തുർക്കി. അതായത് ഏത് ഭീകര രാഷ്ട്രത്തിനെ ഒരു രാഷ്ട്രം പിന്തുണച്ചാലും അതും ഈ ഭീകരതയുടെ പിടിയിൽ തന്നെ അകപ്പെടും. അപ്പൊ തുർക്കി ഇപ്പൊ പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയാണല്ലോ. തുർക്കി കുറച്ച് കഴിയുമ്പോൾ ഒരു പാകിസ്ഥാൻ തന്നെ ആയി മാറും. ഇതാണ് കൂപ്പർ പറയുന്നത്. കാരണം വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടി എർദോഗൻ മതത്തിനെ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ തുർക്കിയിൽ. അപ്പൊ ഭ്രാന്തനായ ഇസ്ലാമിസ്റ്റാണ് എർദോഗൻ. അയാളുടെ കീശ വീർപ്പിക്കുന്നുണ്ട് കച്ചവടം നടത്തിയിട്ട്. അതിൻ്റെ കൂടെ അയാളുടെ സുഹൃത്തുക്കളുടെയും കീശ അയാൾ വീർപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തുർക്കിയുടെ വൈസ് പ്രസിഡന്റിനും ബിസിനസ് ഉണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ധാരാളം ഓർഡറുകൾ കിട്ടുന്നുണ്ട്. അവിടെ ഈ എർദോഗന്റെ മകള് തന്നെ ബറാക്ടർ ഡ്രോൺ കമ്പനി ഉടമയാണല്ലോ വിവാഹം ചെയ്തിരിക്കുന്നത്. അപ്പൊ ചൈനയുടെ ഈ സ്ലെങ്ങാങ് F-7 ജെറ്റ് പരിഷ്കരിച്ചതിന് പാകിസ്ഥാന്റെ സഹായം ഉണ്ടായിരുന്നു എന്നും കൂപ്പർ പറയുന്നുണ്ട്. കാരണം ചൈനയ്ക്ക് സാങ്കേതിക വൈദഗ്ധ്യം പല സംഭവങ്ങളിലും കുറവാണ്. അപ്പോൾ ഈ ഷെങ്യാങ് F-7 ജെറ്റ് നിർമ്മിക്കുമ്പോൾ അതിന് പല സഹായങ്ങളും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് പരസ്പര സഹായം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ മുമ്പ് ചർച്ച ചെയ്യുമ്പോൾ ഈ ചൈനയുടെ വിമാനം അല്ലേ, JF, പിന്നെ മിസൈല് PL-15 ഇല്ലേ, ഇതൊക്കെ ഒരു കാശിനും കൊള്ളില്ലാത്തതാണെന്നുള്ളത് യുദ്ധം കൊണ്ട് തെളിഞ്ഞു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞു അവരുടെ ഡ്രോൺ അല്ലേ, ഡ്രോൺ നമ്മൾ ബൊലാരി വ്യോമത്താവളത്തിൽ ഡ്രോണും തകർത്തു. 17 കോടി രൂപയൊക്കെ വിലയുള്ള ഡ്രോൺ. പിന്നെ അവർ പാകിസ്ഥാന് കൊടുത്തിരിക്കുന്ന യുദ്ധക്കപ്പൽ കാശിന് കൊള്ളില്ല എന്ന് പാകിസ്ഥാന് ബോധ്യപ്പെട്ടു. അന്തർവാഹിനികൾ 8 കൊടുത്തതിൽ 2 പ്രവർത്തിക്കുന്നുള്ളൂ. അതായത് ചൈന മറ്റ് ഉൽപ്പന്നങ്ങൾ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് പോലെ തന്നെയാണ് യുദ്ധ ഉപകരണങ്ങളും ആയുധങ്ങളും ഒക്കെ കയറ്റി അയക്കുന്നത്. ഒന്നും ഗുണമുള്ളതല്ല. മാത്രമല്ല 1962 യുദ്ധത്തിന് ശേഷം ചൈനയുടെ ആയുധങ്ങൾ ഒരു യുദ്ധത്തിലും പങ്കെടുത്ത് കഴിവ് തെളിയിച്ചിട്ടില്ല. ഇപ്പോൾ കഴിവ് തെളിയിച്ചിരിക്കുന്നത് കഴിവില്ല എന്നാണ്. ഇപ്പോൾ കഴിവില്ലായ്മയാണ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയുടെ ആയുധത്തിന് രാജ്യങ്ങൾ ക്യൂ നിൽക്കുകയും ചൈനയുടെ ആയുധങ്ങൾ തള്ളിക്കളയുകയും ചെയ്യും. അപ്പോൾ ഈ വിദേശ വിദഗ്ധന്മാര് ഇവർ രണ്ടുപേരും ജോൺ സ്പെൻസറും ടോം കൂപ്പറും പറഞ്ഞത് വെച്ചിട്ട് ചൈന പൊതുവെ പാഴാണ് എന്ന് വന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് കൂപ്പർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ആണവ നിലയം ആക്രമിച്ചു ഇല്ലേ കിരാന ഹിൽസിലെന്ന് ഒരു കിംവദന്തി ആദ്യം പാകിസ്ഥാൻ ഗവൺമെൻറ്, അത് ഈ ഇമ്രാൻഖാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഗവൺമെൻറ് ഓഫ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു ലെറ്റർ പാഡിൽ വ്യാജം എഴുതി വന്നിരുന്നു. ഇതുപോലെ തന്നെ ഒരു ലെറ്റർ പാഡിലാണ്
കിരാനയിലെ ആണവ നിലയം ഞങ്ങളുടെ തകർത്തു, ആണവ ചോർച്ച ഉണ്ടായി എന്ന് പറഞ്ഞിട്ടൊരു വ്യാജം ലെറ്റർപാടിൽ വന്നത്. അത് പിന്നെ ആളുകൾ വിശ്വസിച്ച് ഭാവനയും കൂടി കലർത്തി പലതും വന്നു. ഇത് സർഗോദ വ്യോമത്താവളത്തിനോട് ചേർന്ന് കിടക്കുന്നതാണ് കിരാന ഹിൽസ് സംഭരണ കേന്ദ്രമൊക്കെ. ഈ മലയുടെ താഴെ തന്നെയാണ് സർഗോദ വ്യോമത്താവളം. വ്യോമത്താവളം നമ്മൾ ആക്രമിച്ചിട്ടുണ്ട്. കൂപ്പർ പറയുന്നത് ആ ആണവ കേന്ദ്രം ഉണ്ടല്ലോ കിരാന, അതിൻ്റെ പ്രവേശന കവാടവും എക്സിറ്റും ഈ രണ്ടും നമ്മൾ തകർത്തിട്ടുണ്ട് എന്നാണ് ആക്രമണത്തിൽ. അപ്പോൾ പിന്നെ അവിടെ എന്തെങ്കിലും അണുബോംബ് ഉണ്ടെങ്കിൽ തന്നെ അങ്ങോട്ട് കടക്കാൻ പറ്റില്ലല്ലോ. പ്രവേശന കവാടവും മറ്റേതും തകർത്ത് പിന്നെ പൊടിയും അല്ലേ അവശിഷ്ടങ്ങളും ഒക്കെ കൂടി അകത്തേക്ക് ചെല്ലുകയാണല്ലോ. എൻട്രൻസിൽ അത് തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. തടസ്സപ്പെടുത്തി അതും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭയം അവരെ ബാധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാജ്യാന്തര ആണവ ഏജൻസി പറഞ്ഞിട്ടുണ്ടല്ലോ ആണവ കേന്ദ്രം തകർത്തിട്ടില്ല, ആണവ ചോർച്ച അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. മാത്രമല്ല അവിടെ ഒരു ആണവ ദുരന്തം ഇന്ത്യ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ആഗോളതലത്തിൽ ചീത്തപ്പേരുണ്ടാക്കാവുന്ന ഒരു ജിഹാദി ക്യാമ്പയിൻ ഇല്ലേ, പ്രൊപ്പഗൻഡ മാത്രമായിരുന്നു അത്. ഇന്ത്യക്ക് ചീത്തപ്പേരുണ്ടാക്കാവുന്ന പ്രൊപ്പഗൻഡയുടെ കൂടെ കുറെ ആളുകൾ നിലകൊണ്ടു. ഇന്ത്യ തകർത്തു എന്ന് പറഞ്ഞാൽ അതൊരു ഊറ്റമാണ് എന്ന് വിശ്വസിച്ചിട്ടാണ്. സത്യത്തിൽ അബദ്ധമായിരുന്നു അത്. അതുകൊണ്ട് പട്ടാളം പറഞ്ഞതിൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു ഭംഗി. പക്ഷെ പൊതുവെ ഇത് ഇന്ത്യ ഗംഭീരമായി ചെയ്ത ഒരു പോരാട്ടമായിട്ടാണ് വിദേശ വിദഗ്ധർ വിലയിരുത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.